നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. അമ്മ പ്രാർത്ഥനാ ധ്യാനം. നമ്മുടെ ജീവിതത്തിലെ പൂർവ്വജന്മ കർമ്മദുരിതങ്ങളെ നമ്മളറിയാതെ തന്നെ മാറ്റാൻ സഹായിക്കുന്ന പടിപടിയായിട്ട് ചെറിയ രൂപത്തിൽ ഈ സന്ദേശങ്ങൾ, ഭഗവാന്റെ സന്ദേശം ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ സന്ദേശം പറയുന്ന പോലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭഗവാൻ നമുക്ക് തരുന്ന ഈ ഒരു അനുഗ്രഹത്തെ സ്വീകരിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ക്ലീം കൃഷ്ണായ. അവിടെ നിന്ന് ഇന്ന് തരുന്ന മെസ്സേജ്, സന്ദേശം എന്താണെങ്കിലും അത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. ഭഗവാനെ ഭക്തവത്സല നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ. ടൈം ടു മൂവ് ഓൺ. Follow the path destined for you. Move on. Do not stop or look back. The desired change will come. ഭഗവാൻ പറയുന്നത് ടൈം ടു മൂവ് ഓൺ ആണ്. അതായത് നമ്മൾ മടിച്ചു നിൽക്കേണ്ട. നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, ഒരു കാര്യം പ്ലാനുണ്ട്, അത് ചെയ്യാവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പ്ലാനിൽ എത്തിപ്പെടുകയാണ്, ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുകയാണ്. അപ്പം നമ്മളത് മടിച്ചു നിൽക്കേണ്ട. അത് ആ ഒരു പാത്ത്, ആ ഒരു വഴി നമുക്കുള്ളതാണ്. അപ്പം ആ ഒരു വഴിയിൽ കൂടെ തന്നെ മുന്നോട്ട് പോയിക്കളാൻ ഭഗവാൻ പറയാണ് കേട്ടോ. മടിച്ചു നിൽക്കേണ്ടതാണ്. മൂവ് ഓൺ, ഡു നോട്ട് സ്റ്റോപ്പ് ഓർ ലുക്ക് ബാക്ക്. ദ ഡിസൈഡ് ചേഞ്ച് വിൽ കം. അപ്പം നമ്മൾ ഉദ്ദേശിച്ചൊരു പ്ലാനാണെങ്കിലും, അല്ല നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആ ഒരു പ്ലാനിലാണെങ്കിലും, അത് ആ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. നമ്മുടെ തൃപ്തികരമാണെങ്കിൽ കേട്ടോ, നമ്മൾ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ, അല്ല നമുക്കതിൽ നിന്ന് മാറണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹമെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് തന്നെ നീങ്ങിക്കോളാൻ പറയണേ. അതായത് ടൈം ടു മൂവ് ഓൺ. നമ്മൾ മടിച്ചു നിൽക്കേണ്ട കേട്ടോ, മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക. നമ്മളിപ്പോൾ പോകുന്ന വഴി ശരിയായ വഴിയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ആ വഴിയിൽ കൂടെ പോകുന്നത് തന്നെയാണ് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. നമുക്ക് വിധിച്ചിട്ടുള്ള, നമുക്ക് പറഞ്ഞിട്ടുള്ള വഴിയിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സംശയിക്കുന്ന, മനസ്സിൽ സംശയമുള്ളവർക്കുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു രീതി ശരിയാണോ, നമ്മളിതിൽ രക്ഷപ്പെടുമോ, അതോ നമ്മളിനി മാറണോ എന്ന്. അപ്പോൾ നമുക്ക് മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. സംശയിച്ച് നിൽക്കണ്ടെന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഈ വഴി നമുക്ക് തൃപ്തികരമാണ്, ഇനി ഇതിൽ നിന്ന് മാറണ്ട. അപ്പം അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറയുന്നത് തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മാറണ്ട, അത് നിങ്ങൾക്കുള്ള വഴി തന്നെയാണെന്നാണ് കേട്ടോ. അപ്പോൾ ആ വഴിയിൽ കൂടെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതും എനിക്കും ഒരു മെസ്സേജാണ്. കാരണം മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കോഴ്സായിട്ട് 21 ദിവസത്തെ. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ്, ബേസിക്സ് കോഴ്സ് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും തടസ്സം വരുത്തേണ്ട, നിർത്തേണ്ട, മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി ഇനി ഒരു സെക്കൻഡ് ബാച്ച്, തേർഡ് ബാച്ച് കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശമുണ്ട്. കാരണം അതൊരു നന്മയാണ്. 21 ദിവസം കൊണ്ട് വലിയൊരു മാറ്റം വരും. മാനസികമായിട്ട് നല്ലൊരു ധൈര്യം, വ്യക്തമായ ലക്ഷ്യബോധമൊക്കെ വരുന്നൊരു മാർഗമാണ്. അപ്പോൾ ആ മാർഗത്തിൽ കൂടെ തന്നെ പോയിക്കൊള്ളാനാണ് ഭഗവാൻ എനിക്ക് തരുന്ന മെസ്സേജ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളൊരു തീരുമാനമുണ്ടെങ്കിൽ ഭഗവാൻ ഈ മെസ്സേജ് നിങ്ങൾക്കും കൂടി തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഭഗവാന് ഓം നമോ നാരായണായ. ഓം നമോ വാസുദേവായ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ.